കാൽവരിയിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് സാധാരണ കാര്യമല്ല. പണ്ട് ദൈവത്തെ അറിയാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എപ്പോഴാ? പാപിയായിരുന്ന കാലം. അന്ന് ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. കോപത്തിന് അടിമപ്പെട്ടു, നിരാശയ്ക്ക് അടിമപ്പെട്ടു, മോഹത്തിന് അടിമപ്പെട്ടു, ദ്രവ്യാഗ്രഹത്തിന് അടിമപ്പെട്ടു, പാപത്തിന് അടിമപ്പെട്ടു. പലതിനും നമ്മൾ അടിമപ്പെട്ടവരായിരുന്നു. എന്നാൽ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദി പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ഇന്ന് ദൈവം നിങ്ങളെ അറിഞ്ഞു, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു. നിങ്ങൾ ഇന്നലകളിൽ എവിടെയായിരുന്നത്? ന്യായപ്രമാണത്തിന് സാധിക്കാൻ കഴിയാത്തതിനെ ചെയ്യുവാൻ ദൈവം തൻ്റെ പുത്രനെ കാലസമ്പൂർണതയിൽ സ്ത്രീയിലൂടെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചയച്ചു. ന്യായപ്രമാണത്തിന് കീഴിലുള്ള സകലരെയും വിലയ്ക്ക് വാങ്ങി വിടുവിച്ചു. സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ എല്ലാം ആകത്തവൻ തന്നു. അതുകൊണ്ട് ന്യായപ്രമാണ പ്രകാരം പ്രാകാരത്തിൽ നിൽപ്പാൻ കഴിയുന്ന ഒരു വ്യക്തി യേശുവിന്റെ ക്രൂശ് മരണത്തോടെ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം സാധ്യമായി തീർന്നു.